ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് എങ്ങനെയാണ് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ ഒരു 6 മണിക്കാണ് ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങൽ. അപ്പോൾ ഒരു 5:30 മണിയാകുമ്പോൾ എണീക്കും. എന്തായാലും 5:30ക്ക് എണീക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ ഈ നിസ്കാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 6 മണിയോട് കൂടിയാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വരിക. അപ്പോൾ അത് ആദ്യം തന്നെ സമൂസൻ്റെ പരിപാടികളൊക്കെയാണ് റെഡിയാക്കി എടുക്കൽ. ഇപ്പോൾ സമൂസ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും അതിൻ്റെ കൂട്ടത്തിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ലറ്റ് ഇപ്പോൾ ഉണ്ടാക്കലില്ല കേട്ടോ. കുറേയൊക്കെ ഇങ്ങനെ പൊട്ടി പോകുന്നതിനോട് എനിക്ക് കറക്റ്റ് റെഡി ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. ഇപ്പോൾ എന്തെങ്കിലും ഒന്നുകൂടി ചട്ടിപ്പത്തിരി ഉണ്ടാവും ചില ദിവസം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് കേട്ടോ. പിന്നെ അതാ പാത്രങ്ങൾ ഒക്കെ കഴുകിയെടുക്കുകയാണ്. ചായ കുടി കഴിഞ്ഞ് ഇക്കാകെ പോയി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ക്ലീൻ ആക്കലൊക്കെയാണ്. അപ്പോൾ തലേന്ന് ഒരു ചട്ടിപ്പത്തിരി ഉണ്ട് ഇനി രാത്രി. അപ്പോൾ ഒരു ഗൾഫ് പോണവർക്ക് കൊണ്ടുപോകാനുള്ള ഇനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ചട്ടിപ്പത്തിരിൻ്റെ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല നെയ്യുള്ളതുകൊണ്ട് തലേന്നേ ഉള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കുകയാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ പല പ്രയാസങ്ങൾ കൂടിയും വിഷമത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ ആ ഒരു വിഷമത്തോടു കൂടി നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്താൽ ആ ദിവസം മുഴുവൻ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ തന്നെ ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് രാവിലെ പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് മതക്കാരായാലും അവരുടെ ആ ഒരു രീതിയിലുള്ള പ്രാർത്ഥന ഏത് ടൈമായാലും അത് ഏറ്റവും കൂടുതൽ പുലർച്ചെയാണ് കേട്ടോ നല്ലത്. ഏറ്റവും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ടൈമും പുലർച്ചെ തന്നെയാണല്ലോ. അപ്പോൾ അത് നമ്മൾ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻസ് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. എല്ലാ ആൾക്കാർക്കും പിന്നെ ആ ഒരു രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ല ഉത്തരം വെച്ചാൽ ഫലം കിട്ടും. പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ കുറേ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതേപോലെ എക്സസൈസ് ചെയ്യുക. ഈ രാവിലെ നടക്കാൻ പോവുകയോ ഏറ്റവും ചുരുങ്ങിയത് നടക്കാൻ പോവുമെങ്കിലും ചെയ്യണം. ഞാനിപ്പോൾ നടക്കാൻ രാവിലെ എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. 6 മണിയാകുമ്പോൾ അടുക്കളയിലേക്ക് വരും, കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട്. അപ്പോൾ വൈകുന്നേരം വീട്ടിൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു യോഗയും പിന്നെ അതേപോലെ സൂംബല്ലേ അങ്ങനെയാണ് പറയാൻ തോന്നുന്നുണ്ട്, അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1-2 ആഴ്ചയായിട്ട് ഞങ്ങളൊക്കെ അതിന് പോകലുണ്ട്. അപ്പോൾ അത് 1 മണിക്കൂർ 7 മണി മുതൽ ഒരു 8 മണി വരെയാണ്. അത് ഏകദേശം 7:15 8:15 അത് വരെയൊക്കെയാണ് കേട്ടോ ഉണ്ടാകുക. 7 മണി എന്ന് പറഞ്ഞാൽ അത്രയും ലേറ്റ് ആവുമല്ലോ, മഗ്‌രിബിൻ്റെ സമയമൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പരിപാടിയൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്നതിനോട് തന്നെ മൈൻഡ് നല്ലൊരു റിലാക്സാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുന്നതും എന്തെങ്കിലും പരിപാടിയിൽ ഏർപ്പെടുക. ഒന്നുകിൽ പുസ്തകം വായിക്കുക, മറ്റുള്ള എന്തെങ്കിലും അങ്ങനെ നമ്മൾ പുസ്തകമൊക്കെ വായിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് നന്മകൾ കിട്ടുകയാണെങ്കിലും അതിന് നമ്മളെപ്പോഴും ഈ പഠിച്ചവനോട്, അതായത് ദൈവത്തോട് പിന്നെ നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ ആ ഒരു നന്ദികേട് നമ്മൾ കാണിക്കാതിരിക്കുകയും ചെയ്യുക. പിന്നെ ഇതേപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാനും ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഞാൻ ഭയങ്കര പ്രശ്നമുള്ള ആളാണ് കേട്ടോ. കുറച്ച് മതി പ്രശ്നം വെച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല. കുറഞ്ഞെന്തെങ്കിലും അവരെന്തെങ്കിലും പറഞ്ഞല്ലേ ഇവരെന്തെങ്കിലും പറഞ്ഞെന്നുള്ള ചെറിയൊരു കാര്യം എൻ്റെ ചെവിയിലെത്തിയാൽ മതി, ആ ദിവസം മുഴുവൻ എനിക്ക് ഡള്ളാവും. പക്ഷേ ഇപ്പോൾ ഓരോരോ കാര്യത്തിൽ ഏർപ്പെട്ടതിനോട് എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള സമയം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ദിവസം ഇപ്പോൾ നല്ല രീതിയിൽ നല്ല റിലാക്സ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്ന്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ചുരിദാറൊക്കെ മാറ്റിയതിൻ്റെ ശേഷമാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോയിൽ 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ചുരിദാർ ഇട്ടിട്ട് നല്ല രസമുണ്ട് എന്ന്. അപ്പോൾ നല്ല രസമുണ്ട് എന്ന് പറയുമ്പം അത് നമ്മൾ ആ രീതിയിൽ തന്നെ ആ ഒരു ഗണത്തിൽ എടുക്കുക. അപ്പം ഇനി നെഗറ്റീവാണ് നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാലും രസമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ആ ഒരു ഇതിൽ എടുക്കുക. അപ്പം അങ്ങനെ നല്ല രസമുണ്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് എന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ ചുരിദാറൊക്കെ ഇട്ട് സെറ്റായി വന്നിന്ന് കിച്ചണിലേക്ക് ഇറങ്ങിയത്. പിന്നെ അതേപോലെ നല്ല റീച്ച് കിട്ടിയ 1-2 വീഡിയോ ഉണ്ട് ഈ ബിരിയാണീൻ്റെ വീഡിയോയിൽ ഒരു 2.5-3.5 ലക്ഷത്തോളം ആളുകൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, 2.5 ലക്ഷത്തോളം വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ ബിരിയാണീൻ്റെ. അതിൽ 3 ആൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ സംസാരിക്കാതെ വീഡിയോ ചെയ്തുകൂടായത്. പക്ഷേ സംസാരിക്കാതെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ വോയിസ് ഇടുന്ന ചാനലാണ്, അല്ലാതെ മിണ്ടാതെ വീഡിയോ കാണുന്നതല്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം, താല്പര്യമില്ലാത്തവർക്ക് പിന്നെ വീഡിയോ സൗണ്ട് ഇല്ലാത്ത വീഡിയോ ചെയ്യുന്ന ആളുകളെ വീഡിയോ കാണാം കേട്ടോ. പിന്നെ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് ഒരു 3/4 മണിക്കൂറെങ്കിലും എനിക്കൊന്ന് കിടക്കണം, ഒന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ ഒന്ന് വെറുതെ കിടക്കുകയോ ചെയ്യണം കേട്ടോ, ഒന്ന് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ആ ദിവസം പറ്റൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് മീനൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു കിടന്ന് ശരിക്കും ഒന്ന് കിടക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ഗസ്റ്റ് വന്നിട്ടുണ്ട്, നാത്തൂനും മോനൊക്കെ. പിന്നെ ഓല് വരലും പിന്നെ ഓലോട് സംസാരിച്ചിരുന്ന് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓല് പോകുമ്പോൾ എന്തായാലും 1 മണിക്കൂറായി എടുത്തിട്ട്. അപ്പോൾ പിന്നെ ഇനി എൻ്റെ ഉറക്കം
ചടവൊക്കെ മാറി വീണ്ടും ഞാൻ കിച്ചണിലേക്ക് തന്നെ വന്നു കാണിട്ടോ. നമ്മൾ പകുതിയാക്കി വെച്ച പണികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ച്. അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ നിൽക്കാനൊക്കെ. നല്ല മഴ കണ്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ നല്ല രസമാണല്ലോ. പിന്നെ 2 ദിവസം മുമ്പേ സാമ്പാറിൻ്റെ പീസ് കൊണ്ടുവന്നതിൽ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും കാക്കി മാത്രമേ അതുകൊണ്ട് ഒരുപാട് കഷ്ണങ്ങൾ ഇട്ടില്ല. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ച് ബാക്കിയുണ്ടായിനി. പിന്നെ കുറച്ച് പയറൊക്കെ വാങ്ങിയിട്ട് ഞാൻ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിയലിൻ്റെ ഒരു റെസിപ്പി കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അവിയലാണ്. പിന്നെ അതിൻ്റെ ഒക്കെ ബാക്കി ഇതാ കുറച്ച് പയറും ബീൻസും ഒക്കെ ഉണ്ട്. ബീൻസും തലേന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി രണ്ടും കൂടി ഇട്ടിട്ട് പിന്നെ ഉപ്പേരിയൊക്കെയാണ്. അപ്പോൾ ഇതാ കുറച്ച് കാന്താരി പുറത്ത് പോയി പറിച്ചിട്ട് വന്നിട്ടുണ്ടായിന്. പച്ചമുളകൊക്കെ തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കറിയിൽ ഉപ്പേരിയിലൊക്കെ ചേർക്കുന്നത്. മോരുകറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇളവൻ എടുത്തത്. പക്ഷേ അന്ന് സാമ്പാറിൽ ഇടാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ അതിൻ്റെ ബാക്കി. പക്ഷേ മോരുകറി റെഡിയാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇളവന് കേട് വന്നിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് അയില തേങ്ങ അരച്ച് വെക്കുക ചെയ്തത്. ഇപ്പോൾ അയിലൻ്റെ നല്ല ചാകരയാണ് കേട്ടോ. എപ്പോഴും ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് കാക്ക അടുപ്പിച്ച് അയില കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അയില പൊരിച്ചത് അയില കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അയില പൊള്ളിച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഇതായി വൈകുന്നേരം 1 കിലോ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 1 കിലോ അയിലക്ക് 50 രൂപയുള്ളൂ. 250-300 വിറ്റ മീനാണ്. പിന്നെ നല്ല ചാകര വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ അതേപോലെ പയറുപ്പേരിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങ ചിരവിയെ കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഉപ്പേരിൻ്റെ കാര്യവും കഷ്ടമാണ് കേട്ടോ ഇന്നത്തെ. കാരണം ഞാൻ ഉപ്പേരി വെച്ചുകൊണ്ട് വെക്കുമ്പോഴാണ് പുറത്ത് ബെല്ലടി കേട്ടത്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാതെ ഞാൻ പോയി. അപ്പം മുത്തച്ഛനും റെയിൻ കോട്ട് എടുക്കാൻ വേണ്ടി വന്നാട്ടോ. അവരുടെ ഇവിടെ ഉണ്ടായിനി. അപ്പോൾ അവരോട് കുറച്ചൊരു 5 മിനിറ്റ് വർത്താൻ പറഞ്ഞ് തിരിച്ച് ഞാൻ വരുമ്പോഴത്തേക്കും പയറിൻ്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ടായിനി. എന്നാലും അടിഭാഗമൊക്കെ ഒഴിവാക്കി മുകളിലത്തൊക്കെ ഞാൻ എനിക്ക് ഒരാൾക്ക് കൂട്ടാൻ മാത്രമുള്ള എടുത്തിട്ടുണ്ടായിനി. പിന്നെ അത് അയില കുറച്ച് പൊരിക്കുന്നുണ്ട്. അയില തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയില തേങ്ങ അരച്ച് വെച്ച്. ഇക്കാക്ക് ഇപ്പോഴും മുളകിട്ടതാണ് ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒഴിവില്ലാത്തതിനോട് ബുക്ക് 2 എണ്ണം എടുത്തിട്ട് അത് ശരിക്കും വായിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വൈകുന്നേരം അത് കൊണ്ടുപോയി കൊടുക്കണം. കണ്ടില്ല 23-ാം തീയതി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്നത് 3-ാം തീയതിയാണ്. അപ്പോൾ ഈ സമയം അപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. ഇനി ഫൈൻ അടിക്കണം. പക്ഷേ ഞങ്ങളോട് ഫൈനൊന്നും വാങ്ങലില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഇതിൻ്റെ അടുത്തുനിന്ന് കുറച്ച് അകലെയാണ്, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ദൂരമുള്ളതിനെ കൊണ്ട് കുറച്ച് പ്രയോറിറ്റി നമുക്ക് തരലുണ്ട് കേട്ടോ. കുറച്ചൊരു 3-4 ദിവസമൊക്കെ നേരം വയ്യാലും പ്രശ്നമൊന്നുമില്ല, ഫൈനൊന്നും അടിക്കേണ്ടി വരില്ല. കണ്ടില്ല അയിലൻ്റെ ചാകര പറഞ്ഞ്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അയിലാണ് കേട്ടോ കൊണ്ടുവന്ന്. അപ്പോൾ അയിലല്ലാത്ത ഒരു മീനും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ മീൻ വിൽക്കുന്ന സ്ഥലത്ത് പിന്നെ അത് ഞാൻ വേഗം ബോക്സിലാക്കി വെച്ചത്. ഇപ്പോൾ ഇന്ന് എടുക്കൂല കേട്ടോ. അപ്പോൾ ഈ കറി തന്നെ ഇപ്പോൾ ഞാൻ തേങ്ങ അരച്ച കറി പിറ്റേന്നേക്കും കൂടി ഉണ്ടാവും. തലേന്ന് ഉച്ചക്കോ അല്ലെങ്കിൽ തലേന്ന് രാത്രിയോ ഉണ്ടാക്കുന്ന കറീൻ്റെ ആ ഒരു മട്ടം പോലെയാണ് കേട്ടോ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കൽ. അപ്പം ഇപ്പം ഇന്നിപ്പോൾ അയില തേങ്ങ അരച്ചല്ലോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ കൈപ്പത്തിരി ആയിരിക്കും കേട്ടോ ചുടുക. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഇക്കാക്ക വന്ന് ഇപ്പോൾ ഇത്തിരി നേരത്താണ് കേട്ടോ വന്നത്. അപ്പോൾ ഒരു 6 മണി ആയപ്പോഴത്തേനൊക്കെ എന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിനി. അപ്പോൾ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചായക്ക് എന്താ വേണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ബ്രെഡൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അത് കോഴിമുട്ടേൻ്റെ ഇത് ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി പൊരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൽ ബട്ടർ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബട്ടർ പൊതുവേ എനിക്ക് ബ്രെഡിലൊക്കെ കൂട്ടി കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അധികവും ബട്ടർ ഇവിടെ ഉണ്ടാവലുണ്ട്, എടുത്ത് വാങ്ങി വെക്കലുണ്ട്. പിന്നെ അത് 2 കോഴിമുട്ടയും ഒരു ചെറിയ ഉള്ളിയും ചെറിയ പീസ് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താണ് കേട്ടോ. മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയതാണ്. അപ്പോൾ 2 കോഴിമുട്ടയ്ക്ക് ഒരു 4-5 ബ്രെഡ് മുക്കി പൊരിക്കാണ്ട് 2 ആൾക്ക് കഴിക്കാൻ ധാരാളമാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് ഈ പാനിൽ ഇട്ടിട്ട് ഒന്ന് അപ്പുറം തിരിച്ച് മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഈ ബ്രെഡ് തന്നെ നമ്മൾ മധുരത്തിലും ഉണ്ടാക്കിയെടുക്കലുണ്ട്. കൂടുതലും മധുരത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കൽ. പക്ഷേ എനിക്കിപ്പോൾ അത് പറ്റാത്തതിനെ കൊണ്ട് എരിവിലാക്കിയതാണ്. പിന്നെ ഈ മധുരത്തിലാണെങ്കിൽ ഈ 2-3 കോഴിമുട്ടയുടെ കുറച്ച് പാലൊഴിക്കുക, 2-3 ഏലക്കായും കുത്തിയിട്ടാൽ പഞ്ചസാരയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ഇങ്ങനെ മുക്കി പൊരിച്ചാൽ അതും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിക്കോട്ടുകാർ ബോൾ വാട്ടുക എന്നാണ് കേട്ടോ ഇതിന് പറയുക. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ബോൾ വാട്ടിയെന്നാണ് പറയൽ. അതെന്താ അങ്ങനെ പേര് വന്നതെന്നൊന്നും അറിയില്ല. ഒരു സമയത്ത് മുട്ട മറിച്ചതും പഴം വാട്ടിയത് ഇതേപോലെ ബോൾ വാട്ടിയത് അതാണ് അധികം ആൾക്കാരൊക്കെ വിരുന്ന് വന്നാലൊക്കെ നമ്മൾ ആദ്യമൊക്കെ കൊടുക്കൽ. പിന്നെ ഇതൊന്നും അങ്ങനെ ആളുകൾക്ക് കൊടുക്കലില്ല കേട്ടോ. ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡ് കാര്യമായിട്ടുള്ളതൊക്കെയാണ് ചെയ്യൽ. പിന്നെ 7:15 സമയത്ത് യമുന യോഗക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ കാത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി വരാം കേട്ടോ. അപ്പോൾ ഇതിൽ അവിയലിൻ്റെ റെസിപ്പി ഇടുന്നുണ്ടേ.
സാമ്പാർ കഷ്ണം കുറച്ച് ബാക്കിയുള്ളതിനോണ്ടാണ് ഞാനിപ്പോൾ അവിയൽ വെക്കുന്നത്. ഇപ്പോൾ പിറ്റേന്ന് തന്നെ സാമ്പാർ വെക്കണ്ടേ വിചാരിച്ചിട്ടോ. അതുമല്ല പിറ്റേന്ന് തന്നെ സാമ്പാർ വെച്ചാൽ നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്ത് പയർ മാത്രമാണ് കേട്ടോ എക്സ്ട്രാ വാങ്ങിയിട്ടുള്ളത്. പിന്നെ മുരിങ്ങക്കായ, ക്യാരറ്റ്, പിന്നെ പച്ചക്കായ, അങ്ങനത്തെ കുറച്ച് ഇതുണ്ടല്ലോ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂടി നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു മൺചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് പയറും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി എന്നാണ് കേട്ടോ പിന്നെ ഞാൻ അറിഞ്ഞത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആകെ വെന്തലിഞ്ഞ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അത് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോയാൽ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ചേന ഉണ്ടായിന്, ചേന, പച്ചക്കായ്, ക്യാരറ്റ്, പയർ, മുരിങ്ങക്കായ, അങ്ങനത്തെ ഒക്കെ ആണ് കേട്ടോ നീളത്തിൽ അരിഞ്ഞത്. നേരത്തെ വിട്ടുപോയിട്ടോ ഈ ചേന പറയാൻ. പിന്നെ അത് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്തത്. ചേനക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഉപ്പ് ചേർത്താൽ വേവൂല കേട്ടോ, കുറേ സമയമെടുക്കും. പിന്നെ അവിയലിലേക്ക് അരപ്പ് ചേർക്കാനായിട്ട് ഞാനിത് ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ചെറിയ ജീരകവും പിന്നെ പച്ചമുളക്, ചുവന്നുള്ളി, തേങ്ങ, അത് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് നല്ല രീതിയിൽ അരഞ്ഞു പോവാണ്ട. പിന്നെ തേങ്ങ നമ്മൾ നേരത്തെ കൂട്ടി ഇതേപോലെ ചിരവി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇത് ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെച്ചത്. കുറച്ച് അധികം ഉള്ളതിനെ കൊണ്ട് ഒരു 3 തേങ്ങ ചിരവി തന്നിട്ടുണ്ട് എനിക്കാകെ. അപ്പോൾ അതുകൊണ്ട് നല്ല എളുപ്പമാണ് ഇപ്പോൾ തേങ്ങൻ്റെ ഉപയോഗമൊക്കെ. അപ്പോൾ അതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് അതേപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലുലുന്ന് വാങ്ങിയിട്ടില്ലേ മിൽമൻ്റെ തൈര്, അപ്പോൾ അതാണ് കേട്ടോ ചേർക്കുന്നത്. പക്ഷേ ഇത് തീരെ പുളിയില്ല കേട്ടോ, പുളിയില്ലാത്ത തൈരാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുളിയുള്ള തൈരാണോ വേണ്ടത് എന്നുള്ളത് എനിക്കത്ര അറിയില്ല കേട്ടോ. കുറേ മുമ്പേ വെച്ചതാണ് കേട്ടോ ഞാൻ അവിയൽ. കുറേ മുമ്പേ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിൻ്റെ ഒക്കെ മേലായിട്ടുണ്ടാവും ഞാൻ അവിയൽ വെച്ചിട്ടെന്ന്. അപ്പോൾ അങ്ങനെ തേങ്ങ ഒതുക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് തേങ്ങ ഒതുക്കിയത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് തൈരും നമ്മൾ ചേർത്തിട്ട് മൊത്തത്തിലാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലൊന്ന് ഒഴിച്ച് കൊടുക്കുകയും കൂടി ചെയ്യണം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ, വറവിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പച്ചക്കറിയൊക്കെ നമ്മളെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാം, നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് എനിക്കിഷ്ടമായിട്ടോ, എനിക്കിഷ്ടമായതുകൊണ്ടും നന്നായതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒരിക്കലും ഷെയർ ചെയ്യൂല ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത് തന്നെ നല്ലൊരു പോസിറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.